ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറച്ച് ദിവസമായി ഇങ്ങനെ ഒരു ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ട്. കാരണം വേറെ ഒന്നുമല്ല, ഇവിടെ ഇപ്പോൾ ഭയങ്കര ചൂടാണ്. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളം കുടിച്ചാലോ അല്ലാന്നുണ്ടെങ്കിൽ തണുത്ത എന്തെങ്കിലും കഴിച്ചെന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഭയങ്കര ക്ഷീണം ആവശ്യതൊക്കെയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് തിരക്കുകളൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഇച്ചിരി ഇങ്ങനെ ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ഇടാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് കുറേ ദിവസമായിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ ഒരു ചിന്ത ഇങ്ങനെ കിടക്കണം, അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അത് എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഒരാളുടെ ഫാമിലിയിൽ ഞാൻ കണ്ടതും കൂടെ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയത്. നമ്മളിപ്പോൾ കാണുന്ന ഒരു വിഷയമാണ് ഇപ്പോഴുള്ള സമയത്ത് നമ്മൾ കൂടുതലായിട്ട് കേൾക്കുന്നതാണ്. അതായത് സ്പെഷ്യലി കുടുംബജീവിതത്തിൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. എന്താ പറയുക, സ്ത്രീകൾ ആരുടെയും കൂടെ പോയി, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് വേറെ ബന്ധമുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ വേറെ രീതിയിൽ പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള പലതരത്തിലുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ ഈ കുടുംബജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, അപ്പോൾ ഇതിനകത്ത് എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു കാരണം വരാൻ, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ കാരണം എന്തായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ ആ ഒരു ഡിസ്കഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന് ഓൾമോസ്റ്റ് ഉള്ള എല്ലാ കാര്യങ്ങൾക്കും അതിന് ആരെങ്കിലും നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളൊരു ഉത്തരവാദിയായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ കുടുംബജീവിതം, അല്ലെങ്കിൽ നമ്മൾ വളർന്നു വന്ന സിറ്റുവേഷൻ, അത് തീർച്ചയായിട്ടും ഇതിനെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറയാറില്ലേ, എന്താ പറയുക, ഇപ്പോൾ ഒരു അമ്മയോ അല്ലെങ്കിൽ ഒരു മാതാപിതാക്കളെ, അമ്മയോ അപ്പനോ ആരോ ആവട്ടെ, മാതാപിതാക്കളെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം കുഞ്ഞുങ്ങളെ കഴിഞ്ഞും കൂടുതലായിട്ടും മറ്റുള്ള കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള കുഞ്ഞുങ്ങളെ കണ്ടുപഠിക്കാൻ പറയുക, അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികൾക്ക് വാല്യൂ കൊടുക്കുക. അവർ വലുതായി അവരുടെ ഫാമിലി ആയിക്കഴിഞ്ഞാൽ സ്വന്തം മക്കളുടെ കുടുംബത്തിന് കൊടുക്കുന്ന വാല്യൂവിനെ കഴിഞ്ഞും കൂടുതൽ നമ്മളുടെ ബന്ധത്തിലുള്ള കുട്ടികളുടെ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഫാമിലിക്ക് വില കൊടുക്കുക, അവരുടെ കുഞ്ഞുങ്ങൾക്ക് വില കൽപ്പിക്കുക, നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് വില കൽപ്പിക്കുക. അതായത് സ്വന്തം മക്കൾക്ക് കൊടുക്കേണ്ടുന്ന വില കൊടുക്കാതെ, അല്ലെങ്കിൽ അവരെ കരുതേണ്ടുന്ന രീതി കരുതാതെ പിന്നെ മറ്റുള്ളവർക്ക് കൊടുത്തു കഴിയുമ്പോൾ അത് ഓബിയസ്ലി ആ വീട്ടിലൊരു പ്രശ്നത്തിന് കാരണമായിത്തീരും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളാണെങ്കിൽ തന്നെ നമ്മുടെ മാതാപിതാക്കൾ മറ്റൊരാളെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നതോ, അല്ലെങ്കിൽ ഒരു ഭാര്യ ആ ഒരു ഭർത്താവ് മറ്റൊരു സ്ത്രീയെ കൂടുതലായിട്ട് പരിഗണിക്കുന്നതോ, അല്ലെങ്കിൽ അവരെക്കുറിച്ച് പറയുന്നതോ, അല്ലെങ്കിൽ ഒരു ഭാര്യ മറ്റൊരു പുരുഷനെക്കുറിച്ച് കൂടുതലായിട്ട് നല്ലതായിട്ട് പറയുന്നതോ, അല്ലെങ്കിൽ അവരെ കൂടുതലായിട്ട് പരിഗണിക്കുന്നതോ നമുക്ക് ആർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. കാരണം ഒരു പരിധി വരെ നമ്മളെല്ലാവരും പൊസസീവ്നെസ് ഉള്ള കൂട്ടത്തിലാണ്. അതെല്ലാം ഹ്യൂമൻ ബീയിങ്സിനുള്ളതാണ്. അതായത് എൻ്റെ ആൾക്കാർ എന്നെ ശ്രദ്ധിക്കണം, എന്നോട് സഹകരിക്കണം, എന്നെ കൂടുതലായിട്ട് സ്നേഹിക്കണം, എന്നോട് കൂടുതലായിട്ട് സംസാരിക്കണം. ഈ ഒരു പൊസസീവ്നെസ് എല്ലാവരുടെ ലൈഫിലുള്ളതാണ്. അതിപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ അപ്പനും അമ്മയോടും ആയിരിക്കും, അപ്പനും അമ്മയ്ക്കും മക്കളോടായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനോട്, അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യയോട്, അല്ലെങ്കിൽ ചില നമുക്ക് നമ്മുടെ മാമന്മാർ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വല്യപ്പച്ചന്മാർ, അങ്ങനെ ആരോടെങ്കിലുമൊക്കെ നമുക്ക് പൊസസീവ്നെസ് കൂടുതലുണ്ടാകും. അപ്പോൾ അവർ നമ്മളെ കവർ ചെയ്തിട്ട് മറ്റൊരു വ്യക്തിയെ കൂടുതലായിട്ട് കെയർ ചെയ്യുന്നതോ, അവരെ കൂടുതലായിട്ട് പരിഗണിക്കുന്നതോ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അത് ഒരു ആസ് എ ഹ്യൂമൻ ബീങ് ഉള്ളത് എല്ലാവരുടെയും ഒരു നാച്ചുറാണത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട്, ഇപ്പോൾ മാതാപിതാക്കളാണെങ്കിൽ അവരുടെ കുടുംബത്തിലെ അവരുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടുന്ന ആ ഒരു വില, ചിലപ്പോൾ അവർ തെറ്റുകാരായിരിക്കാം, ചിലപ്പോൾ അവരിൽ കുറവുകളുണ്ടായിരിക്കാം. ഈ മനുഷ്യരായിട്ടുള്ളതിൽ ആർക്കാണ് കുറവുകളും തെറ്റുകളും ഇല്ലാത്ത? എല്ലാവർക്കും ഉണ്ട്. എല്ലാം തികഞ്ഞവരായിട്ട് ആരും ഈ ലോകത്തിൽ വന്നിട്ടില്ല, ഇനിയൊട്ട് വരികയും ഇല്ല. എല്ലാ മനുഷ്യന്മാർക്കും അവരുടേതായിട്ടുള്ള പ്ലസ്സും മൈനസും ഉണ്ട്. അപ്പോൾ മാതാപിതാക്കളാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പോൾ ഞാനും ഒരു കുഞ്ഞുങ്ങളുടെ അമ്മയായതുകൊണ്ട് പറയുകയാണ്, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടെന്ന് വില കൊടുക്കാതെ, കണ്ടോ അവരെങ്ങനെയാണ്, അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളിങ്ങനെയാണ്, അല്ലെങ്കിൽ അവൻ്റെ കുടുംബം നല്ലതായിട്ട് ജീവിക്കുന്നു, അല്ലെങ്കിൽ ഈ മക്കൾ നമ്മളുടെ കൂട്ടത്തിലുള്ളപ്പോൾ തന്നെ മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളെ കൂടുതലായിട്ട്, അതായത് അവരുടെ അതായത് ഇപ്പോൾ അപ്പനും അമ്മയാണെങ്കിൽ അവരുടെ മകൻ്റെ കുട്ടികൾ, അല്ലെങ്കിൽ മകളുടെ കുട്ടികൾ അവരുടെ കൂടെ ഉള്ളപ്പം മറ്റുള്ള ബന്ധുക്കാരിലുള്ളവരുടെ കല്യാണം കഴിഞ്ഞവരെ കൂടുതലായിട്ട് കരുതുകയും അവരുടെ കുട്ടികളെ കൂടുതലായിട്ട് ഇതാക്കണം. അതൊരു കോൺഫ്ലിക്റ്റിന് കാരണമായി തീരും. കാരണം അതെനിക്ക് അനുഭവമുണ്ട്, ഞാനത് അറിഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്കത് കേട്ടും കണ്ടും നല്ല അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് ഇങ്ങനെ എടുക്കാൻ കാരണം. അത് ഭയങ്കരമായിട്ടുള്ളൊരു വിനാശത്തിലേക്ക് അത് തീരും. ഇപ്പം നമ്മൾ പറയാറില്ലേ, ഇപ്പോൾ നമ്മൾ ചില സ്ത്രീകൾ പറയാറുണ്ട്,
എൻ്റെ ഭർത്താവിനെ കൊള്ളില്ല, എൻ്റെ ഭർത്താവ് റൊമാൻറ്റിക് അല്ല, എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് അങ്ങനെയാണ്, എൻ്റെ ഭർത്താവ് മുൻകോപിയാണ്, എൻ്റെ ഭർത്താവ് ഭയങ്കര കള്ളുകുടിയനാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ചില സ്വഭാവങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ വന്ന കാലത്തെ സ്ത്രീകൾ മറ്റുള്ള പുരുഷന്മാരെന്തെങ്കിലും ഒരിത്തിരി സ്നേഹമോ അല്ലെങ്കിൽ ഒരു സഹകരണമോ കാണിച്ചു കഴിയുമ്പോഴത്തേക്കും അവരുടെ പുറകിന് പോയിട്ട് എൻ്റെ ഒപ്പ് ചെയ്യുന്നത് എവിടെയാണ്? അവരുടെ ജീവിതം വേറൊരു അവർക്ക് കയറി പറ്റാത്തൊരു രീതിയിലുള്ള ഒരു ദുരിതക്കയത്തിലേക്ക് അവർ ചെന്നപ്പെടുകയാണ്. പലരുടെയും ജീവൻ പോലും നഷ്ടപ്പെടുകയാണ്. അതുപോലെ തന്നെ പുരുഷന്മാരും അവർ സ്വന്തം ഭാര്യയ്ക്ക് കൊടുക്കേണ്ടുന്ന വില കൊടുക്കാതെ, അവരെ കരുതേണ്ടുന്ന രീതിയിൽ കരുതാതെ, മറ്റുള്ളവർക്ക് മുൻഗണന കൊടുത്ത് അവരെന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞാൽ അവരെ കൂടുതൽ അവരുടെ ഇടയ്ക്ക് പോകുകയല്ലാന്നുണ്ടെങ്കിൽ അവരെ സ്നേഹിക്കുകയും അവരുടെ കൂടെ ഇറങ്ങി പോവുകയൊക്കെ ചെയ്യുമ്പോൾ ലാസ്റ്റ് അത് ചെന്നെത്തുന്ന ഒരു ദുരന്തത്തിലേക്കാണ്. നമ്മൾ പറയാറില്ല, ഇപ്പോൾ ഒരു മാലപ്പടക്കം നമ്മൾ നോക്കുക, മാലപ്പടക്കം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത് കത്തില്ല. അതിന് ഒരു തീനാമ്പ് വേണം ആ മാലപ്പടക്കം ഒന്ന് കത്തി ജ്വലിച്ച് വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് കത്തി അത് പൊട്ടി അതിൻ്റെ ആ ഒരു മൂർധന്യാവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതിന് ചെറിയൊരു തീപ്പൊരിയെങ്കിലും വേണം, ഇല്ലേ? അത് ആ ഒരു മാലപ്പടക്കം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പൊട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ചെന്നിട്ട് നമുക്കതിനെ നിർത്താൻ പറ്റുമോ? അല്ലെങ്കിൽ ഇത്രയും പൊട്ടിയാൽ മതി? എവിടെയാണോ നമ്മൾ അതിനൊരു ഒരു എൻഡ് വെച്ചിരിക്കുന്നത്, എവിടെയാണോ അതിൻ്റെ ലാസ്റ്റ് പടക്കം വരെ ഇരിക്കുന്നത്, അതുവരെ അത് പൊട്ടി തീർന്നിരിക്കും, ഇല്ലേ? നമുക്കതിൻ്റെ ഇടയ്ക്ക് ചെന്നിട്ട് അതിനകത്ത് കൈ കടത്താനോ അതിനെ തടയാനോ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഈ കുടുംബജീവിതത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കയറി വരുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അരിഷ്ടതകൾ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും. ഒന്ന് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമ്മൾക്ക് നിർത്താൻ പറ്റിയെന്ന് വരില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അത് പൊട്ടിത്തെറികളും ഭയങ്കരമായിട്ടുള്ള വഴക്കുകളിലേക്കും ഭയങ്കരമായിട്ടുള്ള അകൽച്ചകളിലേക്കും പരസ്പരമായിട്ടുള്ള ബഹുമാനക്കുറവിലേക്കും പരസ്പരമായിട്ടുള്ള വെറുപ്പുകളിലേക്കും അത് ചെന്നെത്തി തീരും. പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെന്ന് അവസാനിക്കുന്നത് ഒരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കുടുംബജീവിതത്തിൻ്റെ അവസാനത്തിലേക്കോ, അല്ലെങ്കിൽ ആ ഒരു ഫാമിലി എന്നുള്ള കൺസെപ്റ്റിനെ പോലും മറികടക്കുന്ന രീതിയിലുള്ളൊരു അവസാനമായിരിക്കും ഇങ്ങനെയുള്ള ബന്ധങ്ങൾക്ക് കിട്ടുക. അതുകൊണ്ട് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ചുറ്റുമുള്ളവർ, അതായത് നമ്മുടെ ഭർത്താവാകട്ടെ, നമ്മുടെ ഭാര്യയാവട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളാവട്ടെ, മാതാപിതാക്കളാവട്ടെ, നമുക്ക് ചുറ്റുമുള്ളവരെ ആദ്യം പരിഗണിക്കാൻ ശ്രമിക്കുക, അവരെ സ്നേഹിക്കാൻ പഠിക്കുക, അവരുടെ കുറവുകളെ അറിയാൻ ശ്രമിക്കുക, അവരുടെ പരിമിതികളെ അറിയാൻ ശ്രമിക്കുക. ഏത് രീതിയിലാണോ നമ്മൾക്ക് ആ കുടുംബത്തിലുള്ള ആ വ്യക്തികളെ നമുക്ക് ഏത് രീതിയിലാണ് അവരുടെ പോരായ്മകളെ നികത്തി അവരുടെ കഴിവുകേടുകളെ കഴിവുള്ളതാക്കി തീർക്കാൻ പറ്റുക, അല്ലെങ്കിൽ അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുക, അതുപോലെ ചെയ്തതിന് ശേഷം ആ കുടുംബത്തെ ചേർത്ത് നിർത്തുക, അല്ലെങ്കിൽ നമ്മുടെ കുടുംബവുമായിട്ട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുക. നമ്മുടെ കുടുംബത്തിൽ ഉള്ളവർക്ക് ആദ്യം ഫസ്റ്റ് പ്രിഫറൻസ് അവർക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ള ചുറ്റുപാടുമുള്ളവർക്ക് സെക്കൻഡ് പ്രിഫറൻസ് കൊടുക്കാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്നത് പോലുള്ള പല ദുരന്തങ്ങളും ഇനിയും ഓരോ കുടുംബങ്ങളിലും വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പല ദുരനുഭവങ്ങളും അല്ലെങ്കിൽ പല ദുരന്തങ്ങളും നമ്മൾ മനുഷ്യർ വിചാരിച്ചാൽ തീർക്കാവുന്നതേ ഉള്ളൂ. അത് ചിലപ്പോൾ ഒരു കുടുംബത്തിൽ നിന്നായിരിക്കും അതിൻ്റെ തുടക്കം വരുന്നത്. അതുകൊണ്ട് സന്തോഷമായിട്ടുള്ളൊരു കുടുംബജീവിതം നയിക്കാൻ എല്ലാവർക്കും സർവേശ്വരൻ സഹായിക്കട്ടെ. അതിനുള്ള എല്ലാ ആശംസകളും നേരുന്നു. ബൈ.